ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുളത്തിൽ നമുക്ക് ഗൗറി ഒന്ന് ബ്രീഡ് ചെയ്യാൻ നോക്കാം. ആദ്യം കുറച്ച് അസോളി എടുത്തിട്ടുണ്ട്. അസോളി എടുത്തിട്ട് നമുക്ക് തൽക്കാലം ഈ ഒരു ടാങ്കിൽ ഇട്ട് കൊടുക്കാം. ബ്രീഡിങ്ങിന് കുറച്ച് നല്ലതായി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഗൗറയെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് നല്ലൊരു പേരിനെ നോക്കിയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കുക. കുറച്ച് ഫോക്സ് ടെയിൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി കുറച്ച് ഫോക്സ് ടെയിൽ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതാണ് ഫോക്സ് ടെയിൽ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അതിൽ കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സർവൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഗൗറി എന്ന് പിടിക്കാം. ഫ്രിഡ്ജ് ബോക്സിലാണ് ഇപ്പോൾ ഗൗറി ഇട്ടിട്ടുള്ളത്. 10-20 പീസോളം ഇതിലിപ്പോൾ കിടക്കുന്നുണ്ട്, മെയിലും ഫീമെയിലായിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ലൊരു പേരിനെ നോക്കിയിട്ട് എടുക്കാം പേരിന് വേണ്ടിയിട്ട്. ഇവിടെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര പെട്ടെന്നൊന്നും പിടിതിരുന്ന കൂട്ടത്തിലല്ല. ഒന്നിനെ നമ്മൾ എടുത്തിട്ടുണ്ട്, മെയിലിനെ നമ്മളിപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ലൊരു ഫീമെയിലെ കൂടി പിടിക്കേണ്ടതായി. നല്ല എഗ്ഗുള്ള ഫീമെയിലെ തന്നെ നോക്കി സെലക്ട് ചെയ്യാം. നല്ല ഓട്ടാണ് കേട്ടോ, പിടിക്കാൻ കുറച്ച് പാടുപെട്ട്. ഫോക്സ് ടെയിൽ പ്ലാന്റ് കൂടി ഉള്ളതുകൊണ്ട് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവസാനം നമുക്ക് ഒന്നിനെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈപ്പുള്ളതിനെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് നന്നായി പണിപ്പെട്ട് കേട്ടോ ഈ ഒരു ഗൗറിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈനലി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു പോണ്ടിലേക്ക് മാറ്റാം. നല്ല അടിപൊളി പേരിനെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് പുതിയ ടാങ്കിലേക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എഗ് ക്വാളിറ്റി ഒക്കെയുള്ള സൈസ്, ബ്രീഡിങ് സൈസ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗൗര ഇത്രത്തോളം കുട്ടികളെ ഒന്ന് നമുക്ക് നോക്കാം. അതിൽ കുറച്ച് ബദാം ലീഫ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വേണ്ട ഇൻഫോസോറിയ ഒക്കെ അതിൽ നിന്ന് കൾച്ചർ ആയിക്കോളും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബദാം ഇലയും കൂടി അതിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതവിടെ നിന്ന് സെറ്റായി ബ്രീഡായി നോക്കട്ടെ. ഇതിൻ്റെ പുതിയ അപ്ഡേഷനായിട്ട് അടുത്തുള്ള വീഡിയോയിൽ കാണാം. അവർ എന്തായാലും വലിയൊരു കുളത്തിൽ എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.